കുറെ പൊടികളും ഉണ്ട്. ഇത് എല്ലാം ഇവിടെ കിടക്കും, എല്ലാം ഇവിടെ കിടക്കും. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ തൂത്തുവാരിയിടാത്തത്, എന്താ ഈ ഉടുപ്പൊക്കെ അടുക്കി പറക്കി വെക്കാത്തത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതെനിക്ക് മടിയുള്ള കാരണം ഒന്നുമല്ല, മനഃപൂർവ്വം ചെയ്യുന്നത്. എന്താണെന്നറിയാവോ, ഇത് ഞങ്ങളുടെ വീടല്ല, വാടകയ്ക്ക് താമസിക്കുന്ന വീടാ. 3-4 ദിവസത്തെ വാടക കൊടുക്കാനും ഉണ്ട്. പിന്നെ അവിടുത്തെ അപ്പച്ചൻ ഞങ്ങൾക്ക് ഈ വാടക വീട് തന്നേക്കുന്ന ആളുണ്ടല്ലോ, ഇച്ചിരി പാവം. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിന്നൊക്കെ അങ്ങ് പോകുന്നു. എൻ്റെ ഒരു കെട്ടിയവനുണ്ട്, യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഒരു പണിക്കും പോകത്തില്ല, നല്ല തണ്ടും തടി. പുള്ളിയുടെ തടിയെക്കാട്ടി കൂടുതൽ പുള്ളിക്ക് മടിയാ. ഇന്ന് രാവിലെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. വായി നോക്കാൻ പോയതാന്നോ പണിക്ക് പോയതാന്നോ ആർക്കറിയാം. അയ്യോ, എന്താ അനങ്ങാതിങ്ങി വന്നത്? പച്ചക്കറിയോ? പച്ചക്കറിയോ? പച്ചക്കറി മേടിക്കാൻ എവിടുന്ന പൈസ? അതെന്താന്നറിയാടേ, ഞാൻ ആ ഹോൾസെയിൽ പച്ചക്കറി കടയില്ലേ, ആ കാതകാക്കാടെ, ഞാൻ അതിലേക്ക് പോയപ്പോ കാണാം ഈ ചെറിയ ഡാമേജ് ഉള്ള പച്ചക്കറി പുള്ളി വേസ്റ്റിനകത്തോട് കൊണ്ട് തട്ടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ നന്നായിരിക്കും, ആ പോത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്ന നീ എരുമയ്ക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് മേടിച്ചാൽ മതിയായിരുന്നു. ഇങ്ങാടി കൊണ്ടുപോയി. എന്തൊരു കഷ്ടമെന്ന് പറയുന്നത്. ഞായറാഴ്ചയാ. മീൻ മേടിച്ചോ? ഇറച്ചിയുണ്ടല്ലോ, ചിക്കനുണ്ട്. ഇതെവിടെ കിട്ടി? പൈസ കൊടുത്ത് മേടിച്ചു. അതിനെവിടുന്ന പൈസ? നിങ്ങൾ പണിക്ക് പോകത്തില്ല മനുഷ്യനിൽ, നിങ്ങൾക്ക് എവിടുന്ന പൈസ? എടി ഞാൻ രാവിലെ ബിവറേന്റെ അവിടെ പോയി നിൽക്കുവോ, ക്യൂവിന് നിൽക്കുവാണേ. എനിക്ക് അടിക്കലേ ഭയങ്കര അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഞാൻ ബിവറേന്റെ അവിടെ പോയി ഞാൻ രാവിലെ ക്യൂ നിൽക്കുവാ. ഞാൻ ഏറ്റവും പറയില്ല 3 പേര് കഴിഞ്ഞാൽ എനിക്ക് സാധനം കിട്ടും. അപ്പൊ ഇത് മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാണാം പുറകോട്ട് നിൽക്കുന്നവന്മാർ എന്നോട് ചോദിച്ചു, ചേട്ടാ ഒരു സാധനം മേടിച്ചു തരുമോ? നമ്മുടെ പൈസ ഇട്. അടുത്തവൻ ചോദിച്ചു, ചേട്ടാ ഒരെണ്ണം മേടിച്ചു തരുമോ? അങ്ങനെ ഇവന്മാരുടെ സാധനം മേടിക്കാണ്ട് പൈസ മേടിച്ചിട്ട് ഇവന്മാർ കാണാതെ അപ്പുറത്തോടെ മതിയാടി ഓടി ആ പൈസ കൊണ്ട് നേരെ അവിടെ കൊടുത്തു. ഇത് ഞാൻ നോക്കിയ ബിസിനസ് കൊള്ളാം. ഞാനിപ്പോ നാളെ അത് തന്നെ ചെയ്യാനുള്ള പ്ലാനിങ്. അത് എന്റെ പൊന്നു മനുഷ്യനെ, നിങ്ങൾ ഇനി ആ ഭാഗത്തോട്ട് പോയ ആൾക്കാരെല്ലാം കൂടെ നിങ്ങളെ മൂടി, നിങ്ങൾ തിരിച്ചറിയത്തില്ല. പിന്നെ വിവറായി വരുന്ന ഏതെങ്കിലും ഒരുത്ത ഇങ്ങനെ നിൽക്കുവോ? ആരെങ്കിലും മുഖത്ത് നോക്കി ഇങ്ങനെല്ലാം നിൽക്കൂ, ആരെങ്കിലും കാണുന്നുണ്ടോ ഇങ്ങനെ? അങ്ങനെ അപ്പൊ എന്നെ കാണുന്നില്ല. നമ്മൾ ചെരുപ്പിട്ട് അവന്റെ കാലേ ചവിട്ടിയപ്പോ ഒരു തന്നെ ചുമ്മാ ചേട്ടാ അങ്ങനെ നോക്കത്തില്ല. സാധനം മേടിക്കണം, ഈ ലക്ഷ്യമല്ലേ ഉള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് ഞായറാഴ്ച അപ്പച്ചൻ പള്ളിയിൽ പോയിട്ട് ഇനി വരും. പൈസ കൊടുത്തോണം. 4 മാസത്തെ വാടക കൊടുക്കാനുള്ളത്. നിങ്ങളെ കാണാനിരിക്കും അച്ചായനെ. അതിനിപ്പോ എന്തുവാ? ഇന്നലെ ഞാൻ കണ്ടല്ലോ, ജംഗ്ഷനിൽ വെച്ച് അച്ചായനെ കണ്ടല്ലോ. അച്ഛൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ലയോ? എന്തോ ചോദിക്കാനോ? അച്ഛൻ എന്നെ നോക്കുന്നതിന് മുമ്പ് ഞാൻ മാറിക്കളഞ്ഞല്ലോ. അച്ഛൻ കാണുന്നതിന് മുമ്പ് ഞാൻ മാറിക്കളയും. ഈ വൈൽഡ് ഫോട്ടോഗ്രാഫർമാർ ഇങ്ങനെ ആനിമലിനെ നിരീക്ഷിച്ച് ഫോട്ടോ എടുക്കാതിരിക്കത്തില്ലേ, അതുപോലാണ് ഞാൻ അച്ഛനെ നിരീക്ഷിക്കുന്നത്. ഞാനിങ്ങനെ അച്ഛനെ നോക്കിയിരിക്കും, അച്ഛനെ നോക്കുമ്പോൾ മാറിക്കളയും. അതുപോലാണ്, മനസ്സിലായ? സത്യം പറയാമല്ലോ, ഞാൻ അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും ചെപ്പടി വിദ്യയും ചെറിയ ചെറിയ ജോലികളും ഒക്കെ ചെയ്തതുകൊണ്ട് അവരിങ്ങനെ നമ്മളോട് ഇങ്ങനെ കട്ടം തിട്ടോ ഒന്നും പറയാത്തത്. ഇന്നലെ ആണെങ്കിൽ അപ്പച്ചൻ എന്നെ കണ്ടിട്ട് വാ 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയില്ല. നീ അങ്ങോട്ട് ചെല്ലുന്നോ? വാവാന്ന് വിളിക്കുമ്പോ വാവാന്നാണോ അതോ വാടകയ്ക്കാണോ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ ചേട്ടാ. ചെല്ലണമെന്ന് ചെന്ന് കുഴപ്പമില്ല, അച്ഛനോട് ഞാൻ പറയും. ഞാനല്ല, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കുരുമുളക് അങ്ങോട്ട് പറിച്ചു കൊടുക്കണമെന്ന് പോലും. പിന്നെ അവന്റെ അച്ഛനെ കുരുമുളക് പറിക്കാതിരിക്കണോ? ഞാൻ ഇവിടെ വാടക താമസിക്കുന്നവന് അവിടെ വീട് വരെ അയക്കാൻ എന്നെ കൊണ്ട് ഇവിടെ വന്നോട് പൈസ കൊടുക്കാൻ താമസിക്കില്ല. അങ്ങോട്ട് ചെന്ന് പറിച്ചു കൊടുത്താട്ടെ. കുരുമുളക് പറിക്കാൻ ഞാൻ കേറാം. നിന്റെ അച്ഛൻ വന്നെ താഴോട്ട് ഇറക്കൂ. പിന്നെ ഇതിന് മുന്നേ കയറിയതോ? വെച്ചക്കുറിയെ ചുരുണ്ട് കിടക്കും. നിന്നാലും അങ്ങനെ ആയിരുന്നു. അതല്ലേ എപ്പോഴും ചെന്ന് വീട് വരെ ചെയ്ത് കൊടുക്കാതെ കുഴപ്പമില്ല. അച്ഛൻ വന്നാൽ ഞാൻ പറഞ്ഞാ പോരെ. അച്ഛായൻ കണ്ണടയ്ക്കും, പക്ഷെ അമ്മാമ്മ അങ്ങനല്ല. അമ്മമ്മ ഇച്ചിരി ഗെയിം. അമ്മമ്മ കണ്ണടക്കത്തില്ല. അമ്മമ്മ ആര് പറഞ്ഞു? ഈടെ ഞാൻ കണ്ട് തീരെ വയ്യ, ഉടനെ കണ്ണടയ്ക്കും. ഞാൻ എവിടെല്ലാം നേർച്ചറിയാമോ? ഈ വാടക പൈസ പറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ അങ്ങ് മര്യാദക്ക് അങ്ങ് നിന്നാ പോരായിരുന്നു. അന്നേരം ഒക്കത്തില്ല. നിങ്ങൾ വയറ് തള്ളി തള്ളി ഇപ്പൊ ബാക്കിലാക്കി ഞാൻ ഈ ചന്തയും വയറ് പട്ടിങ്ങനെ 2 എണ്ണം മുടച്ചിരിക്കൂലടി. അതിന് തള്ളി തള്ളി പണിയിലാക്കണം തരുവേള. എടി ഞാൻ അച്ചായൻ വരുമ്പോ ഞാൻ കൊടുക്കുമെന്ന്. ഞാൻ അച്ചായൻ വരുമ്പോ ഞാൻ പറഞ്ഞാ പോരാ അച്ചായനോട്. അതിനുള്ള ടെക്നിക്കൊക്കെ എന്റെ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വീട്ടിലെ എന്റെ വീട്ടിൽ അച്ഛൻ എന്തോ കാര്യമായിരുന്നു നിങ്ങൾക്ക്. നിങ്ങളോട് എന്തോ നല്ല സ്നേഹമല്ലായിരുന്നു. അവിടെ അങ്ങ് നിന്നാ പോരായിരുന്നു നിങ്ങൾക്ക്. അച്ഛന്റെ സ്നേഹമൊന്നും എന്നോട് പറയണ്ട. നിന്റെ അച്ഛന്റെ ചൊറിയ സ്വഭാവം കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എന്തോ എന്റെ അച്ഛന്റെ ചൊറിയ സ്വഭാവം? ഇല്ല, അച്ഛൻ എന്തോ ആഗ്രഹമായിരുന്നു നമ്മുടെ കുഞ്ഞിക്കാല് കാണണമെന്ന്. എടി അങ്ങനെ വേണമെങ്കിൽ നമ്മൾ നിന്റെ വീട്ടിൽ പോയിക്കുമ്പോൾ നിന്റെ അമ്മയോടെ കിടത്തിയിട്ട് നിന്റെ അച്ഛൻ എന്റെ കൂടെ വന്ന് കിടക്കരുതെന്ന് പറയണം. മനസ്സിലാ? ആ വള്ളിക്കെട്ടിലെ ഞാനിങ്ങനെ ഞാരി കിടക്കുക 2 പേരും. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കുന്നതും പൈസ കൊടുക്കാതെ താമസിക്കുന്നതും ഒക്കെ നമ്മളേ ഉള്ളൂ. എടി നമ്മൾ മാത്രമല്ല, വർഷങ്ങളായിട്ട് വാടക കിടക്കുന്നവരുണ്ട്. ആര്? വടക്കൻ തെന്നൽ. അതാരത്? കേട്ടിട്ടില്ലേ? വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. പിന്നെ അന്നിത്ര വാടകയില്ല ഈ കാലഘട്ടമല്ല. വിശക്കുന്നുണ്ടല്ലയോ? എനിക്ക് നല്ലതായിട്ട് വരുന്നേ. ഞാൻ ഉള്ളി അരിഞ്ഞു തരണോ? ഞാൻ വേണ്ട വേണ്ട, അല്ലാതെ ഞാൻ കറിയുന്നേ ഉണ്ടല്ലോ. ഞാൻ എന്നെ വലിയ പരിചയമില്ല ആർക്കും, ഇല്ലയോ? ഞാൻ അടിവാരത്തിൽ ഫിലിപ്പ്. എന്റെയാണ് ഈ പഴയ വീട്. ഞങ്ങളുടെ അച്ഛനുണ്ടാക്കിയ വീടായത്.
അപ്പൊ ഞങ്ങളത് താഴെ പുതിയ വീട് വെച്ചപ്പം ഞങ്ങളിത് കുറച്ചങ്ങൾ അടച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെ അടച്ചിട്ട് കുറച്ചങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഭയങ്കര ബഹളം കേട്ടു. നമ്മൾ നോക്കിയപ്പം എൻ്റെ അച്ഛനെന്ന കസേരയിൽ ഒരു മരപ്പെട്ടി അതിന്റെ ഭാര്യ കിട്ടുന്നത് സൂഹിക്കുന്നു. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുക, ഞാനും പെണ്ണുമ്പിള്ളേരിക്കുന്നത് ചോദിക്കാതെ വന്ന് കയറി എന്തിനാണെന്ന്. ഇറങ്ങിപ്പോടാൻ മരപ്പെട്ടി എന്ന് പറഞ്ഞ് ചാടിക്ക് വിട്ടിട്ട് തൂത്തുവാരി വൃത്തിയാക്കി ഈ പിള്ളേർക്ക് ഞാൻ വാടകയ്ക്ക് കൊടുത്തു. കാരണം എനിക്ക് ഈ പിള്ളേരോട് വാടക ചോദിക്കാൻ ഭയങ്കര മടിയാ. കാരണം എനിക്ക് ഒരുപാട് സ്വത്തുക്കളുള്ള ആളല്ലേ ഞാൻ. അപ്പൊ അങ്ങനെ ഇപ്പം എന്റെ പെണ്ണുമ്പിള്ള ഈ ഭൂലോകത്തെ ഏറ്റവും വലിയ അർക്കി സാധനമാണ് അവള്. തേഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് കണ്ണിലെ കൃഷ്ണമണി പോലും അവൾ ആട്ടത്തില്ല, അത്രയും ടൈപ്പാണ് അവള്. ഞങ്ങളുടെ പട്ടിക്കൂട്ടി കിടക്കുന്ന പട്ടിയോട് പറഞ്ഞാൽ അവള് വാടക ചോദിക്കും. ഈ പട്ടിക്ക് വാടക കൊടുക്കാൻ എന്നിട്ട് ആ പട്ടി കൊണ്ട് തേങ്ങ വരെ തിരുമിക്കുക. എന്നിട്ട് അവളെ കൊണ്ട് പറഞ്ഞു വാടക ഒരു പോയി ചോദിക്കണം, പിള്ളേർ വരുമ്പോൾ എന്നെ വഴക്ക് പറയും, വാടക പോയി നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു. സത്യം പറയുക എനിക്ക് ഈ പിള്ളേരോട് വാടക ചോദിക്കുന്നത്, ഈ പാമ്പിടിച്ച പിള്ളേരോട് വാടക ചോദിക്കുന്നതൊക്കെ നമ്മൾ ഇത്ര പാമ്പിടിച്ചോട്ടെ കണ്ണീരൊപ്പുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്കത് വാങ്ങിക്കാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവളെല്ലാം കൊല്ലും. അതുകൊണ്ട് എനിക്ക് ഇവരെ ഈ വാടക വാങ്ങിക്കണമല്ലോ, വാങ്ങിച്ചോണ്ട് പോകണം. എനിക്ക് പോകാതെ കൊട്ടെ കാരണം ഞാൻ ഇത്രയും കാണിച്ചെന്താ ചോദിച്ചു കഴിഞ്ഞാലേ ഇവിടെ കെട്ടിടിഞ്ഞിട്ട് ഇറങ്ങി വന്നവർ ഞാൻ കണ്ണുകൂടാന്നൊക്കെ തുടങ്ങും. എനിക്കൊന്നും പറയാൻ അവസരം തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൊച്ചുങ്ങളെ അയ്യോ നീ അപ്പച്ചനെന്ന് വിളിച്ചാ അപ്പം ചവച്ചതാ. അല്ല പള്ളി പോയില്ലായിരുന്നു ഇന്ന്. ഇന്ന് പള്ളി പോയില്ലേ കൊച്ചേ? അതെന്താ പറ്റി? സാധാരണ പള്ളി പോന്നെയാണല്ലോ. ഞാൻ ഡ്രൈവർ വന്നില്ല. എന്തുവാ മൂക്കൊക്കെ പെരുത്തു പോയി ഡ്രൈവർ എന്ന് പറഞ്ഞപ്പോ. അപ്പച്ചനും കാർ എടുത്തോണ്ട് പോയിക്കൂടായിരുന്നോ? ഞാൻ വിചാരിച്ചു രാവിലെ കാർ എടുത്തോണ്ട് പോകാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് ആ മറ്റേ കുന്തത്തെ ഞെക്കിപ്പോ കാറ് സമ്മതിച്ചില്ല. റിമോട്ടല്ലോ? ആ റിമോട്ട് ഒരു ഞെക്കി വെക്കുമ്പോ കാറ് പറയാ. അയ്യോ അയ്യോ, അത് റിമോട്ട് ഓൺ ചെയ്യുമ്പോ അങ്ങനെ സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ. അത് എനിക്കറിയത്തില്ലല്ലേ. അവൻ വന്ന അപ്പുറത്തിരിക്കും, ഞാൻ ഇവിടെ നിന്ന് ക്രോസ് ബെൽറ്റ് കെട്ടിയിരുന്നിട്ട് അവിടെ ചവിട്ടണ്ട ഇവിടെ ചവിട്ടടാന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഓടിക്കുന്നില്ലയോ. എനിക്ക് ഹാൻഡ് ബ്രേക്ക് പിടിച്ച് വലിക്കണമെന്ന് പറഞ്ഞ് പോകുന്നത് കൈ പിടിച്ച് ഓടിച്ചാണവൻ. അവനെനിക്ക് മാറ്റണം. അതങ്ങനെ. അമ്മമ്മ എന്തി? അമ്മമ്മ അയ്യോ അവള് രാവിലെ നടന്നു പോയിട്ടുണ്ട് പള്ളിയില്. അയ്യോ കൂടെ പോയിക്കൂടായിരുന്നോ? കൂടെ നടന്ന് വഴക്കൊണ്ടാക്കിട്ട് വേണം ബൈബിളിന്റെ മൊന വെച്ച് അവളെ ഞാൻ കുത്താൻ. അങ്ങനെ അവള് പോട്ടെ. അവളെ വന്നിട്ട് എനിക്കറിയാലോ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്താ പറ്റി ഇങ്ങോട്ടും വരാൻ? നീ ഞാൻ വീട്ടിൽ വന്നായിരുന്നില്ലേ? ഞാൻ വീട്ടിൽ വന്നായിരുന്നു. നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു മരണത്തിന് പോയായിരുന്നു. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ആരായിരുന്നത്? അതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊച്ചത്തിന്റെ ചെറിയത്തിന്റെ ഒരു വലിയതുള്ളായിരുന്നു മരിച്ചു പോയത്. ചടങ്ങെല്ലാം കഴിഞ്ഞോ? ചടങ്ങെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. കാരണം അപ്പം ഇതൊക്കെ പൊതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റോണ്ട് ഞങ്ങൾക്ക് ബോധിച്ചു. ശരി. അല്ലല്ല അതിരിക്കട്ടെ. ഞാൻ അവിടെ വന്നപ്പോ നിങ്ങൾ ഇല്ലായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വന്നെന്ന് അറിഞ്ഞത്? ഞാൻ തെക്കേപ്പുറത്ത് 2 തേങ്ങ വെച്ച് തിരിച്ചു വന്നപ്പോ അത് കാണാനില്ലായിരുന്നു. തേങ്ങ അവിടെ വെറുതെ കിടക്കുമല്ലായിരുന്നോ? അതുകൊണ്ടായിരുന്നു. പിന്നെ ആ തേങ്ങ വെറുതെ കിടക്കാതെ അവിടെ ചീട്ട് കളിക്കാൻ പറ്റുമോ അതിന്? അല്ല സത്യം പറയാലോ ചായ, ഇന്നലെ ആ തേങ്ങ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ വിശപ്പടങ്ങിയത്. തേങ്ങ ഒന്ന് വിശപ്പടക്കാൻ നീ തൊടി മലയണ്ണാനാന്ന്. എന്തോ തമാശയാണ് ആലോചിച്ചോട് കേട്ടോ. അറിയാലോ കാര്യങ്ങളൊക്കെ അറിയാലോ. ചെറുക്കൻ എന്ത് ചെയ്യാതെ ഉണ്ട് ഇറച്ചി കഴിക്കുന്നത്. ഇറച്ചിരിക്കും. പനിയാണെങ്കിൽ അവൻ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ല. ഉണ്ടായിരുന്ന ഗുളിക ഞാൻ കൊടുത്തു. ഒരെണ്ണം പുള്ളിക്ക് കൊടുത്തു, ഒരെണ്ണം ഞാനും തിന്നു. എന്തേലും തിന്ന് വിശപ്പടക്കണ്ടായോ? ഒന്നുമില്ല. സത്യം പറഞ്ഞാലേ എനിക്ക് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനൊരു ബുദ്ധിമുട്ട്. അവനെ വിളിക്കാൻ സംസാരിക്കാം. ഇല്ല പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞോളാം. ഇല്ല നീ ഏറ്റവും വെടി എന്നെ മുഖത്ത് നോക്കി അടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിളിക്കാം. ചേട്ടോ ചേട്ടങ്ങനെ ഞാൻ ഈ വാടകയ്ക്ക് ഈ വീടൊക്കെ തന്നല്ലോ. നേരത്തെ അതിനകത്ത് മരപ്പെട്ടി അല്ല വൃത്തിയായിട്ടാ ജീവിച്ചത്. നീ ഇതിലെ വരച്ചു വരി അത് ഇന്ന് രാവിലെ എഴുന്ന കഴിച്ചിട്ട് താമസിച്ചു. അത് ഇന്നലെ കിടക്കാൻ താമസിച്ചു. ഉറക്കം വരണ്ടായോ? ഓരോന്നിങ്ങനെ ആലോചിച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു അവിടെ തട്ടി നിൽക്കുവായിരുന്നു. മുന്നോട്ട് പോകുന്ന പറഞ്ഞത്. എന്നാ ഇനി വിളിക്കട്ടെ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അയ്യോടി അച്ചായനായിരുന്നോ? നീ പിന്നെ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു വാതൊക്കെ ഇങ്ങനെ പഞ്ഞിക്കാ പൊട്ടിത്തെറിച്ച് കിടക്കുമായിരിക്കും. അച്ചായനെ കണ്ടിട്ട് എത്ര നാളായോ? അയ്യോ എത്ര നാളായി അച്ചായനെ ഒന്ന് കണ്ടിട്ട്. കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ എന്റെ അച്ചായൻ. എത്ര നാളായി നീ എന്നെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോ എന്നെ കാണുമ്പോ നീ ഓടുവല്ലോടാ. അതെന്തറിയോ, ഞാൻ അച്ചായനോട് എന്തായാലും ഒന്ന് പറയാനായിട്ട് വരും. ഇടയ്ക്ക് ആരെങ്കിലും കയറി വരും. നിന്റെ വായിക്കാത്തോട്ടോ? എന്നെ കാണാൻ ആരെങ്കിലും കയറി വരും. പിന്നെ അമ്മാരുമായിട്ട് അങ്ങനെ ആ വഴിക്ക് പോയി അങ്ങനെ അതാണ്ട്. പിന്നെ എന്തോട്ട് വിചാരിച്ചാ വിശേഷം എന്ന് പറയാ കൊച്ചേ, നിങ്ങളിപ്പോ ഒരു 4-5 മാസമായില്ലയോ വടക്കേപ്പുറത്തെ അല്ലേ? എന്തോ തെങ്ങ് ഞാൻ നീക്കുന്ന അതിന്റെ കാര്യമാണോ പറയുന്നത്? വടക്കേപ്പുറത്തെ തെങ്ങിന്റെ കാര്യമല്ല പറഞ്ഞത്. എടാ 3-4 മാസമായിട്ട് നിങ്ങൾ എനിക്ക് വസുമതി ചേച്ചി പറഞ്ഞ ആ തെങ്ങ് അങ്ങോട്ട് നിൽക്കുന്ന അത് വെട്ടി കൊടുക്കാൻ. അത് വെട്ടിക്കോ, അച്ചാൻ വെട്ടിക്കോ. എടാ വസുമതി പറഞ്ഞ കാര്യമല്ല, അവളെ ഞാൻ നീക്കുന്ന കാര്യം പോട്ടെ. അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അവൾ എന്നോട് ഞാനത് ചോറിനോട്ട് കയറി വരാന്ന് വിചാരിച്ചപ്പോ അവള് പറഞ്ഞു ആദ്യം
വെട്ടി വാഴയിലേക്കകത്ത് വെട്ടി അതല്ല രസം അല്ലേ ഇടിയോ? വാ പിന്നെ പിന്നെ അടകെന്ന് പറയാൻ വാ വെക്കുമ്പോ ഇവൻ അതൊക്കെ ഇത് പറയുമല്ലോ. ഇവൻ അതൊക്കെ പിടിച്ച് പോകാം. എടാ ഞാൻ കുറച്ചാളായിട്ട് ഇവിടെ കയറി 6 മാസം നീ എന്റെ വീടിന്റെ പൂടക തന്നിട്ട് കൂടാതെ ഞാൻ വാ പറയുമ്പോ നീ വായ കയറി പിടിക്കല്ലേ, ഞാൻ പൂടെ കയറി പിടിച്ചത്. വാടക തരണമെന്ന് അവള് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു മരണമൊക്കെ ഉണ്ടായില്ലയോ? അതെ ഞാൻ ആരാ മരിച്ചേ? നമ്മളെ ഒരു മാമി ഉണ്ടായിരുന്നു, ഒരു ആറ്റിക്കുള്ള ഒരു മാമി ഉണ്ടായിരുന്നു. ആറ്റിക്കുള്ള മാമി മരിച്ചു. വകയിലെ ഒരു മാമിയാ. അങ്ങനെ പോകാതിരിക്കാൻ പറ്റാത്തൊരു നമ്മുടെ ബന്ധുക്കാർ മരിക്കുമ്പോൾ നമ്മൾ പോകണം. അതെ അതെ അതെ. എന്നാലും നീ ആവുമ്പോ അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ല അങ്ങനെ എനിക്ക് അവിടെ പോകാതിരിക്കാം. മാമനും ഒക്കെ ആയിട്ട് അത്ര ബന്ധത്തിൽ കിടക്കുന്നു. മാമിയില്ലേ പാവല്ലേ അപ്പൊ അങ്ങോട്ട് പോകണം. അതൊക്കെ പോയിട്ട് വന്നപ്പോ അതാണ് കഴിഞ്ഞ ആഴ്ച. അത് അച്ചായനോട് പറയാനാണെങ്കിൽ ആ പൈസ ഒപ്പിച്ചതേ കടം മേടിച്ചിട്ട് പണിക്ക് നീ പണിയൊന്നുമില്ലടാ പണിയൊന്നുമില്ല ചായ. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ മറ്റേ രാജമേശ്വരിയോടെ ഞാൻ കണ്ട ഇത് പോവായിരുന്നു മൈക്കാട് പണിക്ക്. നമ്മൾ ജോലി ചെയ്യണമല്ലോ, പണിക്ക് കൊടുത്തൊരു ജോലി ചെയ്യണ്ടായോ. അപ്പൊ അങ്ങനെ ഞാൻ ഒരു കല്ല് എടുക്കുമ്പം അപ്പുറത്തേക്കുന്ന ഹിന്ദിക്കാരൻ 2 കല്ല് എടുക്കുന്നു. അത് മത്സര ബുദ്ധിയല്ലേ? അത് മോശമല്ലേ കാണിക്കണം. അപ്പൊ ഞാനത് വിട്ടു. നമ്മൾ എന്തിനാ അങ്ങനെ മത്സര ബുദ്ധി? നമുക്കില്ല. പിന്നെ ഞാനത് കഴിഞ്ഞ് ഞാനൊന്ന് ഓർത്ത് ഹോട്ടലിൽ വല്ലതും പണിക്ക് വയ്ക്കാം. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോൾ കാണാൻ 4 ഹിന്ദിക്കാർ തൂക്കാൻ നിൽക്കുന്നു. അവന്മാർക്ക് എന്തിന്റെ കാര്യം? അതിനായിരിക്കും എന്തിന്റെ കാര്യം? പിന്നെ ഞാൻ എന്നാ ഓർത്തു ഒരുത്തം പറയും കളക്ടറേറ്റിൽ ഒരു ജോലി ഉണ്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കാണാം ഒരു ഹിന്ദിക്കാരൻ കളക്ടർ. ഇവന്മാർ എല്ലായിടത്തും അത് തന്നെ. കംപ്ലീറ്റ് ഹിന്ദിക്കാരൻ നടന്നിരിക്കും. അങ്ങനെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ബോംബെ പോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ കാണാം എന്തുവാ ഒറ്റ ഹിന്ദിക്കാരില്ല, മൊത്തം മലയാളികൾ. പണിക്ക് പോകത്തില്ലായിരുന്നു. മലയാളികൾ പണി ചെയ്യത്തില്ലെന്ന്. അപ്പൊ പിന്നെ പണി ചെയ്യത്തില്ല. നീ ഹിന്ദി പഠിച്ചോ? എവിടെ? അവിടെ ചെന്ന് ഉള്ള മലയാളം മറന്നു പോയി. ഹിന്ദിയാണോട്ട് പഠിച്ചതുമില്ല. നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ പണി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അവരെ കണ്ടെങ്കിലും ഒന്ന് പഠിക്കടാ, അതുപോലൊക്കെ ചെയ്യാൻ നോക്കടാ. എന്നിട്ട് അച്ഛൻ എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോ 82 അങ്ങോട്ട് നടക്കാൻ തുടങ്ങുവാങ്ങട്ടെ. അപ്പൊ ഈ 82 വയസ്സിൽ അച്ഛന്റെ പ്രായത്തിലുള്ള എത്രയോ പേര് കുഴഞ്ഞു വീണു അറ്റാക്ക് ഒന്നും മരിക്കുന്ന അച്ഛനെ അതുപോലെ ചെയ്യാൻ പറ്റേ? അതല്ല, ഒരാൾ ചെയ്യുന്ന കണ്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും മാറ്റി പിടിക്കല്ലേ? അങ്ങനെ മാറ്റി പിടിക്കല്ലേ? എനിക്കറിയാം നീ വാടക തരാതിരിക്കാനുള്ള എനിക്ക് നിങ്ങളോട് വാടക ചോദിക്കുന്നില്ല ഇതൊക്കെ. കാരണം ഞാനൊരു മനുഷ്യത്വമുള്ളവനാണ്, ഒരു മനുഷ്യ സ്നേഹിയാണ്, മാനവരാശിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനും മാനസിക രോഗിയും മാങ്കുച്ചി ചവച്ച് നിന്നോനുവാ. അല്ല ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒരാളാണ്, മനുഷ്യ സ്നേഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാത്തത്. അച്ചായൻ എന്തുവായാലും അമ്മച്ചിയോട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവള് കൊല്ലും. അല്ല അച്ചായൻ പറഞ്ഞ കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞ കേൾക്കത്തൊന്നുമില്ല അവള്. അപ്പൊ പേടിയുണ്ട്. അവൾക്ക് ഭയങ്കര പേടിയാ. എന്നെ അല്ലെ ഞാൻ അവളെ പേടിയുണ്ടോ? അമ്മമ്മയൊക്കെ പറഞ്ഞു നിൽക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളോട് വാടക ചോദിക്കാനുണ്ട്. കാരണം എന്റെ അപ്പൻ താമസിച്ച വീടായത്. അതുകൊണ്ട് ഞാൻ വാടകയ്ക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ എന്റെ അപ്പന് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നിങ്ങളെ പൈസ തരണ്ട. എന്റെ ഇച്ചിരി പൈസ ഉണ്ട്, ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാം. അത് മതി, അത് മതി. തൽക്കാലം അമ്മമ്മ പിടിച്ചു നിർത്തിയാൽ മതി. അമ്മമ്മ പിടിച്ചു നിർത്തിയാൽ മതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അടിക്കുന്നോ? അടിക്കുമല്ലോ. അല്ല അടിക്കുന്ന അമ്മമ്മ പേടിയുണ്ട്. 2 അടിച്ചിട്ട് അങ്ങോട്ട് ഞാൻ പൈസ കൊടുത്താൽ പ്രശ്നം ധൈര്യം കിട്ടും. അച്ഛാ ഒരു ധൈര്യം കിട്ടും. കുഴപ്പമില്ല, ഒരു ധൈര്യം കിട്ടും. ക്രിസ്മസിന് അവള് പിഴിഞ്ഞുണ്ടാക്കി വെച്ചാൽ അതിൽ ഇച്ചിരി മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞാൻ ക്രിസ്മസിന് എന്തോ പിഴിഞ്ഞുണ്ടാക്കി വെച്ച സാധനം ഇങ്ങനെ പിഴിഞ്ഞുണ്ടാക്കി വെച്ചാൽ അത് മാത്രമേ കാണിക്കത്തുള്ളൂ. അതല്ല എന്റെ ചെറുപ്പകാലത്തൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ചെറിയൊരു സാധനം അടിച്ചു കഴിഞ്ഞാൽ മുടിഞ്ഞ കാലി പരിക ദേഷ്യം വരും. പിന്നെ അവളെ ഞാൻ പിടിച്ചാൽ കിട്ടത്തില്ല. ഇല്ല അല്ല അച്ചായ ഒരു ധൈര്യം കിട്ടും. ഒരെണ്ണം അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാ രസമായിരിക്കും. അതാ ഞാൻ പറയുന്നത്. അച്ചായ പ്രശ്നമില്ല, ഒരു ധൈര്യം കിട്ടും. വേണ്ട ഞാൻ അങ്ങോട്ട് പോവാ. അച്ചായ പോരുത്. എന്തുവാ കുഴപ്പമില്ല, അവിടെ ചെന്ന് മടക്കിട്ടോളൂ. അതിനൊന്നും കുഴപ്പമില്ല. നീ ഇറങ്ങി വേറെ പണിയുണ്ട്. അച്ചായ കുഴപ്പമില്ല. എന്റെ ഒരു സന്തോഷത്തിന് അല്ല ഇല്ലടാ. ഞാനിപ്പോ അവളെ പിടിച്ച് വീട്ടിൽ ചെന്ന് കയറാൻ പറ്റത്തില്ല. ഇപ്പൊ എന്തോ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു കാര്യം ചെയ്യും. അച്ചായൻ നമ്മളോട് താമസിച്ച് പകുതി വാടക നമുക്ക് തന്നാ പോരെ? എന്റെ വീട്ടിൽ ഞാൻ വാടകയ്ക്ക് ഞാൻ പറഞ്ഞ അച്ചായൻ അടിച്ച ഒരു സന്തോഷത്തിന് അച്ഛനെ ഇല്ല വേണ്ടടാ. എനിക്ക് അവളെ പേടിയ കാര്യം ശരിയൊക്കെ കാര്യം. അച്ഛൻ അങ്ങനെ പറഞ്ഞു അച്ഛൻ വിടല്ലേ. എനിക്ക് സത്യം പറഞ്ഞ അവളെ എനിക്ക് മനസ്സിലായി. കുറെ തവണ ഞാൻ കേട്ടു വാടകയ്ക്ക് അങ്ങനെ പോയി വഴക്ക് പറയുന്നില്ല. അല്ല അവളെ വഴക്ക് പറയും. കാരണം ഞങ്ങളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങോട്ട് ഇറക്കാൻ നേരത്തെ അവിടെ തന്ത പറഞ്ഞായിരുന്നു അവളെ വിഷമിപ്പിക്കല്ലെന്ന് പറഞ്ഞു. എന്റെ തന്ന അതിന്റെ വായി നോക്കിയിരിക്കുകയാണ്. എന്റെ തന്ത അവരെ അന്നോട്ട് പറയത്തില്ലായിരുന്നു അവിടെ മോളെ വിഷമിപ്പിക്കരുത്. അവളിപ്പോ എന്നെ ഇട്ട് വിഷമിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുടിക്കത്തൊന്നുമില്ല. ഞാൻ പോയി എന്നാ വെള്ളം എടുക്കട്ടെ. നീ തുടങ്ങിയ പരിപാടി നീ പോയി വെള്ളം അടിക്കട്ടെ. വെള്ളം നല്ല വേണമെങ്കിൽ എടുക്കട്ടെ. ഞാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അടിക്കത്തുള്ളൂ. അങ്ങനെ അച്ചായ അതിനിപ്പോ എന്തുവാ ഓർമ്മ? അത് പറഞ്ഞപ്പോഴേ ഓർത്തു കേട്ടോ. നമ്മുടെ അപ്പച്ചിയുടെ മോളില്ലേ ഇപ്പൊ ഈ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ അവക്ക് വിശേഷമുണ്ട്. അത് ശരി, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലേ? ഞാൻ നമുക്കൊന്ന് പോകണം കേട്ടോ അവിടെ. അച്ചായ അപ്പൊ വിശേഷ ദിവസത്തെ അടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഇപ്പൊ നിങ്ങളൊരു വിശേഷം പറഞ്ഞില്ല. അത് കേട്ടപ്പോ ഞാൻ അടിച്ചു.
ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ജോൾസിനെ കണ്ട് നല്ല വിശേഷാൽ പൂജ ചെയ്ത് കഴിഞ്ഞാല് ആണോ? നമുക്ക് മാറ്റം ഉണ്ടാവും. നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമെന്ന്. എന്നാ കുഴപ്പം, നമുക്ക് പോകണമല്ലോ. നമുക്ക് അവിടെ അതെന്തോ വെച്ചാ പിന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞ വിശേഷാൽ പൂജ ഒരു വിശേഷം അടിച്ചു കയറ്റി, അതുകൊണ്ടാണ് ഞാൻ അത് അടിച്ചത്. നീ ആ ഇത് തീർക്കണ്ട കേട്ടോ. അല്ല ഞാൻ അച്ഛാ പടപടയെന്ന് അച്ഛാ ചുമ്മാ അല്ലമ്മോ! പിള്ളേർ തരത്തിലടി നീ വന്ന് വായിച്ചു നോക്കടി. വാടാ എന്റെ അപ്പനല്ല, എന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടില്ല. നാക്കെ ഞാൻ പറഞ്ഞാ ചോടടോ. എന്റെ ദൈവം ഇങ്ങനെ ഇപ്പൊ ഇവിടെ ഇറക്കി പിടിപ്പിക്കും. വിശേഷം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല വിശേഷം. എനിക്ക് നല്ല വിശേഷം. അതറിയാം. നിന്റെ തൊണ്ട തൊട്ട് വയറ് മുടിക്കാൻ വയറില്ല, തൊണ്ട തൊട്ട് വയറാ. നിനക്ക് നിർത്തില്ലല്ലോ. പള്ളിയിൽ വളലത്തിന് വന്നപ്പോ നീ തടി പറഞ്ഞത് എന്റെ അപ്പച്ചി വരാ കുഞ്ഞുമ്മ അടി അവിടെ കല്ലറെ കിടന്നപ്പോ നീ തടി പറഞ്ഞ അവരോട് വാടക ചോദിച്ചു. നീ എടി പുതിയ വീടിലെ ഇത് എന്റെ അപ്പനുണ്ടാക്കിയ ഞാൻ ഇവര് പോയി കഴിഞ്ഞാൽ മരപ്പട്ടിയുടെ കൂടെ ജീവിക്കും. നിന്നൂടെ ഞാൻ ജീവിക്കത്തില്ല. ചോദിക്കോടെ നീ നോക്കിക്കോ. അവള് നിങ്ങളോട് ഈ പിള്ളേരെ നിങ്ങളോട് വാടക ചോദിക്കുമെന്ന് പറഞ്ഞു. എടാ നരപ്പാ, എടാ ക്രിസ്മസിന് മാത്രം വരുന്നവനെ. എടാ ക്രിസ്മസ് അപ്പൂപ്പ നിനക്ക് എന്ത് വാടക വേണ്ട, എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. നിനക്ക് എന്തുവാ മൂപ്പെന്ന് നീ തരണ്ട, വാടക തരണ്ട. എവിടുന്നാണോ നിനക്ക് മുടി? എവിടുന്നാണോ നിനക്ക് എവിടുന്നാണോ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നീ വിട്ടേരി. എവിടുന്ന് കിട്ടിയടാ നീ? നീ മറവത്തൂർ ചാണ്ടി സാറാണ് നീ. അവൻ ഇളക്കാവന്. നിന്റെ വീടെടുത്ത് കുടുങ്ങി തിന്നോടാ ഞങ്ങൾ നേരം വെളുക്കുമ്പോ. നിനക്കറിയാവോ ഇതെന്റെ മുടിയല്ല, ഞാൻ ബിവറേജ് വന്നോടത്തെ എഴുതുകയാണ്. അറിയാവോ അത്ര എത്തവനാ ഞാൻ. എത്ര ഒന്നും പറഞ്ഞത് ഇങ്ങനെ പോകാതെ കൊച്ചിനോട് വഴക്കുണ്ടാക്കാൻ നീ ഇറങ്ങണ വീട്ടിൽ തന്നെ. നീ ഇറങ്ങണ നിങ്ങൾ താമസിച്ചു. നിങ്ങൾ വാടാ തരണ്ട. നിനക്ക് മൂപ്പം തോടാ. നിങ്ങൾ വാടാ തരണ്ട. കച്ചിനോട് വഴക്കുണ്ടാക്കല്ലോ. എന്താ പറയുന്നത്? എനിക്ക് വയ്യ ഈ രണ്ട് കുടിയന്മാരുടെ വഴക്കുണ്ടാക്കാൻ വാടക തരണ്ട. ഞമ്മളായിട്ടാണ് കൊളുത്തി വലിക്കാൻ. അവൻ പാവപ്പെട്ടവന്മാർക്ക് വീട് വാടക വന്നിട്ട് അവന്റെ വാടക കൊടുക്കാനാണ്. എന്തുപോലെ ഇവിടെ അച്ഛനെ ഇതുപോലായിരുന്നു. വാടക വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ച് നിർത്തിയിട്ട് ഡെയിലി 100 രൂപ മേടിക്കും. ഞാൻ നോക്കിയാൽ 3000 രൂപ അവന് മാറാൻ മേടിക്കുമായിരുന്നു. പക്ഷേ മാത്രം നിങ്ങള് എന്താ ധൈര്യം ഉണ്ടായിട്ട് ഇപ്പൊ ഈ നമ്മുടെ ഈ ഒന്നാമത്തെ വാടക വീട് ഈ പരിക്കകത്ത് കള്ളു കുടിക്കാൻ നിങ്ങൾക്ക് എന്താ ധൈര്യം ഉണ്ടായി? ആര് കള്ളു കുടിച്ചടി? ഞാൻ കള്ളു കുടിച്ചിട്ടില്ല. കള്ളം പറയരുത് കേട്ടോ. ഞാൻ വിറ്റല്ലോ. ക്ലാസ്സിനകത്ത് ഒഴിച്ച് അടിച്ചതോ? അങ്ങേർക്കും കൊടുത്ത പാവപ്പെട്ട ആ മനുഷ്യനും. എടി പൊട്ടി നിനക്ക് തലയ്ക്ക് വെളിപ്പില്ലടി. ഇത് മദ്യം വരുന്നത്. എടി മദ്യം വരെ ഞാൻ പോയിട്ട് അടുക്കള ഇരുന്ന കട്ടൻ കാപ്പി എടുത്ത് ഒഴിഞ്ഞ ആരെങ്കിലും ഉപ്പിക്കാത്തിരുത്തോണ്ട് വന്നു. എടി വാടക കൊടുക്കാൻ ഞാൻ വിളച്ചു എടുത്തത്. എടി അതല്ലേ പറഞ്ഞ വാടക കൊടുക്കാൻ ഞാൻ അഭിനയിച്ചടി ഇത്ര ഞാൻ. എടി ഞാനതല്ലെന്ന് ആലോചിക്കണേ. ഞാൻ ഈ കട്ടൻ ചായ കുടിച്ച് അടിച്ചിട്ട് അഭിനയിച്ചെന്ന് വെച്ചാൽ വാടക കൊടുക്കാതിരിക്കാൻ. പക്ഷെ എന്നാലും ഈ അച്ഛൻ എങ്ങനെ ഈ കട്ടൻ ചായ കുടിച്ച് ഇത്രയും പിറ്റായെന്ന് ഞാൻ ആലോചിക്കണേ. അത് ശരിയാ. എന്റെ ദൈവമേ, അമ്മച്ചി എന്തോ ഇവിടെ വന്ന് ചോദിക്കും. ഇത് അമ്മച്ചി ചോദിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഇരിപ്പുണ്ട്. അതിലൊരു 90 ഒഴിച്ച് അമ്മച്ചിക്ക് അങ്ങ് കൊടുക്കും. വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ.